ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ജില്ലാ ഇൻഷുറൻസ് ഓഫീസിലേക്കാണ്. എറണാകുളം ജില്ലാ ഇൻഷുറൻസ് ഓഫീസ് സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റിയാൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഓഫീസാണ് ഈ ജില്ലാ ഓഫീസ്. ഈ കാണുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷനിലുള്ള വളഞ്ഞമ്പലമാണ്. ഈ കാണുന്ന അമ്പലം വളഞ്ഞമ്പലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ എറണാകുളം ടൗണിലേക്ക് പോകുന്ന വഴിയിൽ ഇടത്തേക്കുള്ള ബൈപ്പാസ് റോഡുകളിൽ നാലാമതായി കാണുന്ന ഒരു റോഡുണ്ട്. വളഞ്ഞമ്പലത്തു നിന്നും നമ്മൾ ടൗണിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുകളും എല്ലാ ബസ്സുകളും തിരിഞ്ഞു പോകുന്ന ആ വഴിയിലൂടെ നാലാമത്തെ ഇടത്തേക്കുള്ള റോഡാണ് ഈ കാണുന്ന ആലപ്പാട്ട് റോഡ്. ഈ ആലപ്പാട്ട് റോഡിലൂടെ 1/2 കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരമൊരു ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷനിൻ്റെ നേരെ തന്നെ ക്രോസ് ചെയ്ത് ആലപ്പാട്ട് റോഡിലൂടെ തന്നെ പോകുമ്പോൾ രവിപുരം ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന സ്ഥാപനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. രവിപുരം ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിലാണ് ജില്ലാ ഇൻഷുറൻസ് ഓഫീസ് എറണാകുളം പ്രവർത്തിച്ചു വരുന്നത്. ഭൂരിഭാഗം സർക്കാർ സ്ഥാപനങ്ങളും കാക്കനാടുള്ള സിവിൽ സ്റ്റേഷൻ കളക്ട്രേറ്റിലാണല്ലോ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു ഓഫീസ് മാത്രം ഈ ഒരു ദിശയിലാണ്, അതായത് രവിപുരത്താണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ ഒരു ഓഫീസിനെ കുറിച്ച് മിക്ക സർക്കാർ ജീവനക്കാർക്കും അറിവില്ല. പെൻഷൻ പറ്റുമ്പോഴാണ് ഇത്തരമൊരു ഓഫീസിനെ കുറിച്ച് ഓർക്കുക തന്നെ. നമ്മൾ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് 2 തരം പോളിസികൾ നമുക്ക് നിർബന്ധമാണ്. ഒന്ന് SLIയും, അതായത് സ്റ്റേറ്റ് LICയും, ഗ്രൂപ്പ് ഇൻഷുറൻസും. ഇത് നമ്മൾ പെൻഷൻ പറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ഈ ഓഫീസ് അന്വേഷിച്ച് പലരും നടക്കാറുണ്ട്. ഞാനും ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വീഡിയോ സർക്കാർ ജീവനക്കാർക്കായി പ്രത്യേകിച്ചും ലക്ഷ്യം വച്ചിട്ടാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാർ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. അങ്ങനെ രവിപുരം ടെലിഫോൺ എക്സ്ചേഞ്ച് ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ മുകളിലെ 3ാം നിലയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ എത്തിച്ചേരാം. ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ നമുക്ക് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ കാണുന്നതാണ്. ഓഫീസിൻ്റെ അകത്തളങ്ങൾ. ഓഫീസിൽ ചെന്നാൽ നമുക്ക് വിശദ വിവരങ്ങൾ അവർന്ന് തരും. പക്ഷേ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ പാസ്ബുക്ക്. ഇതെന്താണ് ചെയ്യേണ്ടത്? ഈ ബുക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ഓഫീസിലും പോയി പതിച്ച് ഈ ക്ലെയിം രജിസ്ട്രേഷൻ ഫോം സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് ഫില്ലപ്പ് ചെയ്യുകയും അതിനുശേഷം അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് സിഗ്നേച്ചർ വച്ച് സീലും വച്ച് ആ പാസ്ബുക്കിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഫോം നമ്പർ 3യും നമ്മൾ ഫില്ലപ്പ് ചെയ്ത് നമ്മൾ തന്നെ സൈൻ ചെയ്ത് അതിൻ്റെ കൂടെ ഈ ഗ്രൂപ്പിൻ്റെ ഇൻഷുറൻസിൻ്റെ ബുക്കിൻ്റെ കൂടെ വച്ച് ഓഫീസിൽ നിന്നും കവർ ലെറ്റർ വാങ്ങി തുന്നി കെട്ടി കൊടുക്കുക. രണ്ടാമത് SLI ആണ്, സ്റ്റേറ്റ് LIC. ഇതാണെങ്കിൽ എല്ലാ ഓഫീസിലും പോയി ഈ ബുക്ക് പതിച്ച് സീലും വച്ച് ഒപ്പും വാങ്ങിയതിന് ശേഷം ഇനി പറയുന്ന പെർഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ പിൻ ചെയ്യുക. അതിനുശേഷം അതും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിഗ്നേച്ചർ വാങ്ങിയതിന് ശേഷം ഓഫീസിൽ നിന്ന് കവർ ലെറ്ററും വച്ച് നമ്മൾ അത് തുന്നിക്കെട്ടി ഓഫീസിൽ നിന്ന് നമുക്ക് കൈപ്പറ്റി ഈ ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ എത്തിക്കാവുന്നതാണ്. ഓരോ ജീവനക്കാർക്കും 2ഉം 3ഉം SLIയുടെ പാസ്ബുക്കുകൾ കാണാം. കാരണം ഓരോ കാലഘട്ടങ്ങളിൽ ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടിരിക്കും. അതിനാൽ 2ഓ 3ഓ ബുക്കുകൾ മിക്ക ആളുകൾക്കും ഉണ്ടാകും. അത് കൃത്യമായി പതിച്ച് തുന്നിക്കെട്ടി ആണ് കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇത്തരം പോളിസി നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട പോളിസിയുടെ ബുക്കിൻ്റെ കൂടെ നമുക്ക് 500 രൂപ മുദ്രപത്രം വാങ്ങി ഈ കാണുന്ന ഐഡൻറ്റിറ്റി ബോണ്ട് ടൈപ്പ് ചെയ്ത് ഈ കാണുന്ന ഫോർമാറ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ സ്വന്തം സാക്ഷ്യപ്പെടുത്തി നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് ആ ബുക്കിൻ്റെ കൂടെ തുന്നിക്കെട്ടി കവർ ലെറ്ററും കൂടെ വച്ചിട്ട് വേണം നമ്മൾ ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ കൊടുക്കാൻ. ഇത്തരം വിവരങ്ങൾ നമുക്ക് പലരും പറഞ്ഞു തരാറില്ല. അവസാനമായി നമ്മൾ നടക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുക. ഇത് നിങ്ങൾക്ക്
ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പച്ചപ്പാണൻ്റെ സന്തോഷം ഈ ഒരു വീഡിയോ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രമായിട്ടാണെങ്കിലും മറ്റുള്ളവരും ബന്ധുക്കളും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയത് കൊണ്ടാണ്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നത്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പച്ചപ്പാണൻ്റെ സന്തോഷം ഇത്തരം വെറൈറ്റി വീഡിയോകൾ നിങ്ങളിലേക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കുമായി എത്തിക്കുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ജില്ലാ ഇൻഷുറൻസ് ഓഫീസിലെ ആനുകൂല്യങ്ങൾ എങ്ങനെ കൈപ്പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള വിചാരത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏവർക്കും ഗുഡ് ബൈ പറയുന്നതിന് മുൻപ് ഞാൻ തിരികെ പോരുമ്പോൾ ഒരു വ്യത്യസ്ത കാഴ്ചകൾ നിങ്ങളെ കാണിക്കുകയാണ്. വിശാലമായി വെറുതെ കിടക്കുന്ന പാടത്ത് ഒരു ചെടി പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ. ഈ കാഴ്ച അതിമനോഹരമായി എനിക്ക് തോന്നി. അതിനാൽ ആ കാഴ്ച നിങ്ങളിലേക്കും എത്തിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.